അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ വാർസോയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. അതായത് വാർസോ പോളിടെക്നിക്ക എന്ന് പറയും. അതായത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ ഓഫർ ചെയ്യുന്ന ക്യാമ്പസുകളാണ്, അത് ബിൽഡിങ്സാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 200 വർഷത്തിൻ്റെ പഴക്കം എന്നതിനപ്പുറത്തേക്ക് വാർസോയിലെ ഏത് ടോപ്പ് കോർപ്പറേറ്റ്സ് എടുത്തു കഴിഞ്ഞാലും 500 എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് ഡെഫിനറ്റായിട്ടും അതിലെ ഒരു പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇവിടുന്ന് ഡെഫിനറ്റായിട്ടും പാസ് ഔട്ട് ആയിട്ടുള്ള ആളായിരിക്കും. അതൊരു വലിയൊരു പ്രത്യേകതയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ പോളിഷ് ആളുകളുടെ ഇടയിൽ തന്നെ ഈവൻ ക്രാക്കോ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ പോലും ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും ഇവിടെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് കാര്യമായിട്ട് അവർ കാണുന്നതെന്നാണ്. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് കോളേജുകൾ നമുക്കറിയാം, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഗവൺമെൻറ് കോളേജുകൾ പോലെ തന്നെയാണുള്ളത്. ആ ഒരു യൂണിവേഴ്സിറ്റികൾ ഞാനതിൽ പഠിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഓരോ കാര്യത്തിലും ഒരു പഴമ നമുക്കവിടെ ഫീൽ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ 300-500 വർഷമുള്ള വലിയ വലിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, അത് ആ ഒരു പഴമ ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ തന്നെയും അവർ കാലക്രമേണ ഒരുപാട് ഫാക്കൽറ്റികളായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ഒരു സിറ്റിയിൽ തന്നെ പല പല ഭാഗങ്ങളിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്ത് കുട്ടികൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ആധുനികമായിട്ട്, അത് ഗെയിംസ് ആയാലും സ്പോർട്സ് ആയാലും മറ്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ മോസ്റ്റ് മോഡേൺ ടെക്നിക്സാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ക്ലാസ് ടൈം അല്ലാത്ത നേരത്തെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ബില്ലിയാർഡ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഗെയിംസോ സ്പോർട്സോ ഒക്കെ തന്നെ ഈ പറഞ്ഞ എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും നമുക്ക് പോസിബിളാണ്. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് പഴമ എന്നതിനർത്ഥം പുതിയ ട്രെൻഡുകളൊന്നും തന്നെ അവർ അഡോപ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, മറിച്ച് എല്ലാ ആധുനിക സാധനങ്ങളും ഇപ്പോൾ ലാബറട്ടറി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് ഇവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം മുതൽ അവർ വേണ്ട എല്ലാ കാര്യങ്ങളും എൻഷുർ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ പോളണ്ടിലെ കാര്യം പറയുകയാണെങ്കിൽ വാർസോ യൂണിവേഴ്സിറ്റി അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. So today we are standing in front of the Warsaw Public University. We all know that Warsaw is the capital city of Poland. And definitely this particular university, the public university, is located in the heart of this particular township. And the advantage of this particular university is that the students enroll here, they will find it very easy to find a part-time job. And this university has got a lot of faculties, which includes the trending IT programs as well, the logistics, the business management programs, and a whole lot of variety of programs. And you have to mind one thing, that it is not primarily the 80% or the 90% marks that helps you to secure admission in any of the public universities in Europe. This is the same situation with the Warsaw University as well. It is ultimately your how hard you are or how much intense you are, how much focus you are in your particular stream. That is ultimately what every university will definitely check before giving you the admission in this university. വിദേശത്ത് പഠിക്കാൻ വരുന്ന എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുകയാണ്. അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുന്നു, എന്നാൽ നമ്മുടെ കാര്യങ്ങൾ ഇടപെടാൻ ആരും തന്നെ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരളവ് വരെ ആ ഫ്രീഡം തന്നെയാണ് കുട്ടികൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് കാറിലെ എയർ ഇത്തിരി കുറവാണ്. നമ്മളൊരു പെട്രോൾ പമ്പിൽ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്രോൾ അടിച്ച ആൾക്കാരുണ്ട്, ടയർ പ്രഷർ ചെക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെയാണ് സ്വയം ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ തോന്നിയത്, പലപ്പോഴും കുട്ടികൾ ഓരോ കൺസൾട്ടൻസികൾ പറയുന്ന പല കുട്ടികളും പറഞ്ഞ കാര്യമാണ്, എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നതാണ്, അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നമ്മുടെ ലൈഫ് ഇൻഡിപെൻഡൻ്റ് ആവുന്നതിൻ്റെ ആദ്യ പടിയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ.
അപ്പോൾ അത് സ്വയം ചെയ്ത് പഠിക്കണം. ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഏരിയ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും അവരുടെ വിസ ചെയ്യാനുള്ള കഴിവാണ്. കാരണം ഒരു ഓഫർ ലെറ്റർ മേടിക്കുക എന്നുള്ളതോ വലിയ കാര്യങ്ങളല്ല. ഡോർമെട്രിയോ അല്ലെങ്കിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരുന്നതോ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നതോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഡേ 1 ഓൺവേർഡ്സ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ആവശ്യത്തിലധികം മലയാളികളും എല്ലാ ഇന്ത്യക്കാരും തന്നെയുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു കൺസേണേ ആവേണ്ട പാരൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പാരൻസ് എനിക്ക് തോന്നുന്നു, എനിക്ക് പറയാനുള്ളത് പാരൻസിൻ്റെ അടുത്തായാലും കുട്ടികളുടെ അടുത്താണെങ്കിലും നമ്മുടെ ലൈഫ് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിൻ്റെ ആദ്യ പടി നിങ്ങൾ സ്വയം ചെയ്യണം. നിങ്ങൾക്കൊരു സപ്പോർട്ട് ഏറ്റവും അധികം വേണ്ടത് വിസയുടെ കാര്യങ്ങളിൽ മാത്രമാണ്. അപ്പോൾ എന്തായാലും ഞാനും ഈ ഒരു യൂറോപ്യൻ ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ വിദേശത്ത് ഉള്ള ഒരു കൾച്ചറിൻ്റെ ഭാഗമായി തന്നെ എൻ്റെയും ഈ ഒരു നമ്മുടെ എല്ലാവരുടെയും തന്നെ യു ക്യാൻ ഫ്ലൈ എന്ന പ്രോഗ്രാം അതിൽ നമ്മൾ ഇതിൻ്റെ ഇഴുകി ചേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൾച്ചറിലേക്ക്. അങ്ങനെ പോളണ്ടിലെ ക്രാക്കോയിൽ നിന്ന് ആരംഭിച്ച യാത്ര നമ്മൾ വ്രോസ്ലോയിൽ പോയി, വാർസോയിൽ പോയി, സാക്കോപാനെ പോയി. അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ നഗരമായ വാർസോയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി നമ്മൾ അടുത്ത യാത്ര തിരിക്കുന്നത് ലിത്വാനിയയിലേക്കാണ്. സോ അതിന് മുന്നേ ആയി ഈ പോളണ്ടിനോട് വിട പറയും മുന്നേ സ്റ്റഡി അബ്രോഡ് ആസ്പിരൻസിന് വേണ്ടി ഈ എക്കണോമിയെ നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. യൂറോപ്യൻ യൂണിയനിലെ തന്നെ 6ാമത് വലിയ എക്കണോമിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നത് കെമിക്കൽ ഇൻഡസ്ട്രി, IT, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രോമിസിംഗ് ഇൻഡസ്ട്രികൾ വരുന്നത്. ഇവിടുത്തെ ഏകദേശം പാർട്ട് ടൈം ജോലിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് 20 മണിക്കൂർ തന്നെയാണ്. അത് ഒരുവിധമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. എങ്കിലും ഗവൺമെൻറ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റുഡൻറ്റ് ലൈഫ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, സ്റ്റുഡൻറ്റ് ലൈഫ് എക്സ്പെൻസ് എത്ര? ഏകദേശം 30,000 രൂപയുണ്ടെങ്കിൽ പോളണ്ടിലെ ഏതൊരു നഗരത്തിലും ഒരു സ്റ്റുഡൻറ്റിന് ഭംഗിയായി സ്റ്റുഡൻറ്റ് ലൈഫ് ലീഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇവരുടെ ഒരു പഠിച്ചതിന് ശേഷമുള്ള സ്റ്റേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 9 മാസമാണ്. സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പ്രൊപ്പോർഷണൽ ടു ട്യൂഷൻ ഫീ ആണ്. ട്യൂഷൻ ഫീ അതുകൊണ്ട് തന്നെ ഇവിടെ കുറവായതുകൊണ്ടാണ് സ്റ്റേ ബാക്ക് ഒരു 9 മാസം ഉള്ളത്. ഏകദേശം 3 മുതൽ 4 ലക്ഷം രൂപ പെർ ഇയർ കൊടുത്താൽ പോളണ്ടിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ പോലും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാവാം കോഴ്സിനനുസരിച്ച്, എന്നാലും ഇതാണ് ഒരു ജനറൽ ലൈഫിലുള്ള ഒരു ഫീ സ്ട്രക്ചർ വരുന്നത്.